Good morning, students. The next topic related to minimization case of simplex method of LPP. First problem. Solve the following problem by big M method. Minimize z is equal to 5x1 plus 6x2 subject to 2x1 plus 5s2 greater than or is equal to 1500. 3x1 plus 3x1 plus x2 greater than or equal to 1200. x1 or x2 greater than or is equal to 0. Solution. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി നോക്കിക്കോളൂ. Solution. First constraints converted into equality by introducing surplus and artificial variables. സർപ്ലസും ആർട്ടിഫിഷ്യൽ വേരിയബിൾസും ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കൺസ്ട്രെയിൻസിനെ ഈക്വാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് എം, സർപ്ലസ് വേരിയബിൾ 0. ആർട്ടിഫിഷ്യൽ വേരിയബിൾസിന് എമ്മും സർപ്ലസ് വേരിയബിൾസിന് 0 കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇക്വേഷൻ ആദ്യം ഒന്ന് മാറ്റി എഴുതും, കൺസ്ട്രെയിൻസ് മാറ്റി എഴുതും. 2x1 plus 5x2 minus s1 plus a1 is equal to 1500. മൈനസ് s1 എന്ന് പറയുന്നത് സർപ്ലസ് വേരിയബിൾ, a1 എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ വേരിയബിൾ. അപ്പോൾ ആർട്ടിഫിഷ്യൽ വേരിയബിളിന് a1 a2 a3 കൊടുക്കും. സർപ്ലസ് വേരിയബിൾസിന് s1 s2 s3 എന്ന് പറയും. സർപ്ലസ് വേരിയബിൾ എപ്പോൾ സബ്ട്രാക്ട് ചെയ്യും, ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആഡ് ചെയ്തായിട്ടും കാണിക്കും. നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. സോ ഇങ്ങനെ വരെ 2x1 plus 5x2 minus s1 plus a1 is equal to 1500. അടുത്ത കൺസ്ട്രെയിൻസ് 3x1 plus x2 minus s1 plus a2 is equal to 1200. So x1, x2, s1, s2, a1, a2, etc. Three figure is equal to 0. The standard form of objective function is minimize z is equal to 5x1 plus 6x2 plus 0s1 plus 0s2 plus ma1 plus ma2. ഇപ്പോൾ s1 s2 എന്ന് പറയുന്ന സർപ്ലസ് വേരിയബിളിൻ്റെ വാല്യൂ 0 ആയിട്ട് കൊടുക്കും. ഒബ്ജക്റ്റീവ് എഴുതുമ്പോൾ ആർട്ടിഫിഷ്യൽ വേരിയബിളായ a1 a2വിൻ്റെ വാല്യൂ m ആയിട്ടും കൊടുക്കും. ആണ് നമ്മൾ മുകളിൽ എഴുതിയത്. സോ മിനിമൈസ് സെറ്റ് നമ്മൾ ഒബ്ജക്റ്റീവ് 5x1 plus 6x2 is equal to 6x2 plus 0s1 plus 0s2 plus ma1 plus ma2 ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതി. ഇനി നമുക്ക് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ എഴുതണം. ഇഫ് x1 is equal to x2 is equal to s1 is equal to s2, എല്ലാത്തിൻ്റെയും വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ a1 is equal to, അതിനകത്ത് ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം വാല്യൂ ആയിട്ടുള്ള നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആയിട്ട് പറയും. a1 1500ഉം a2 1200ഉം എടുക്കും. എന്നിട്ട് നമ്മൾ ഇനീഷ്യൽ സിംപ്ലക്സ് ടേബിൾ വരക്കും. സോ ഇനീഷ്യൽ സിംപ്ലക്സ് ടേബിൾ നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേപോലെ കോളം അത്രയും വേണം. ബി, ഫസ്റ്റ് കോളം ബി, സെക്കൻഡ് കോളം സി, നെക്സ്റ്റ് തേർഡ് കോളം എക്സ് ബി, തേർഡ് അടുത്ത ഫോർത്ത് x1, ഫിഫ്ത്ത് കോളം s2, നെക്സ്റ്റ് കോളം s1, നെക്സ്റ്റ് കോളം s2, അടുത്ത ഒരു കോളം രണ്ട്. നേരത്തെ നമ്മൾ x1ഉം s1ഉം x2ഉം x2 അതിനെ അടയാളപ്പെടുത്തിയിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വരച്ചിട്ടുള്ളൂ. ഇവിടെ നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾസും കൂടി എഴുതണം. a1, അടുത്ത കോളം a1, നെക്സ്റ്റ് കോളം a2. The last column replacement ratio, it indicates the theta is equal to xb divided by x1. xb divided by ഇവിടെ x2 ആണ് എടുക്കുക, കാരണം x2 ആണ് ഏറ്റവും വലിയ എലിമെൻ്റ് ആയിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ x2 എടുക്കും, കാരണം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എലിമെൻ്റ് ഉള്ളത് x2 ആയതുകൊണ്ട്. കാരണം ഇവിടെ ഞാൻ 5 നോട്ട് ചെയ്ത് വെച്ചാണ്, ഏറ്റവും വലിയ എലിമെന്റ് x2 ആയതുകൊണ്ട്. കാരണം നമ്മളുടെ ഒബ്ജക്റ്റീവ് മിനിമൈസേഷൻ ആണ്. മിനിമൈസേഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമൈസേഷൻ ആണ് അല്ലേ. മിനിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലേ. ഇപ്പൊ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് സിമ്പൽ എങ്കിൽ, ക്വസ്റ്റ്യനിലെ സിമ്പൽ എങ്കിൽ അതിൻ്റെ അകത്ത് എലിമെന്റിൽ s1 s2 എന്ന് പറയുന്ന എലിമെന്റിൽ ഏറ്റവും വലിയ എലിമെന്റ് ആണ് എടുക്കുക. ഇവിടെ s1ൽ 2ഉം 3ഉം x2ൽ 5ഉം 1ഉം അടുത്ത ഏറ്റവും വലിയ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാകുമ്പോൾ ഏറ്റവും വലിയ എലിമെന്റ് ഏതാ? 5. അപ്പോൾ 5 ആണ് നമ്മൾ x2 ആയിട്ട് ഏറ്റവും വലിയ എലിമെന്റ് ആയിട്ട് എടുത്തത്. അപ്പം നമ്മൾ റീപ്ലേസ്മെന്റ് റേഷ്യോ കാണുമ്പോൾ xb ഡിവൈഡ് ബൈ x2 ആണ് എടുക്കുക. xb ഡിവൈഡ് ബൈ x2 ആണ് എടുക്കുക. കാരണം x2 എന്ന് പറയുന്നത് ആണ് ഇവിടെ ഈ ഒരു കോളത്തിലെ ഏറ്റവും വലിയ എലിമെന്റ് ഏതാണ്? x2 ആണ്. ഈ ഒരു കോളത്തിലെ ഏറ്റവും വലിയ എലിമെന്റ് ഏറ്റവും വലിയ ഈ ഒരു കോളത്തിലെ ഏറ്റവും വലിയ
എലിമെൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? x2 ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ x2 നമ്മൾ എന്തായിട്ട് എടുക്കും? ഡിവൈഡ് ബൈ xb ഡിവൈഡ് ബൈ x2 എടുക്കും. ക്ലിയർ ആയോ എന്തുകൊണ്ട് x2 എന്നെടുത്ത്? സോ റീപ്ലേസ്മെന്റ് റേഷ്യോ ഓർ തീറ്റ ഈസ് ഈക്വൽ ടു xb ഡിവൈഡ് ബൈ x2. ക്ലിയർ ആയല്ലോ? നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ ഇവിടെ ബി എന്ന് പറയുന്ന കോളത്തിൽ നേരത്തെ നമ്മൾ S1 S2 ആയിരുന്നു എഴുതിയത് അല്ലേ? ഓർമ്മയില്ലേ? കഴിഞ്ഞ ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിൽ S1 S2 ആണ്. ഇവിടെ ആർട്ടിഫിഷ്യൽ വേരിയബിൾസിനാണ് ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെ നമ്മൾ S1 S2 എന്ന് എഴുതുന്നതിന് പകരം മിനിമൈസേഷൻ കേസിൽ ആർട്ടിഫിഷ്യൽ വേരിയബിൾസിനാണ് ഇമ്പോർട്ടൻസ്. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു തരുന്ന ക്വസ്റ്റ്യനിൽ ആർട്ടിഫിഷ്യൽ വേരിയബിൾസിനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ആണ് ബി എന്ന് പറയുന്ന കോളത്തിൽ എഴുതുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ഏതൊക്കെയാ? A1 A2. ഇനി ആർട്ടിഫിഷ്യൽ വേരിയബിൾസിന്റെ വാല്യൂ എത്രയായിരുന്നു? സി എന്ന് പറയുന്ന കോളത്തിൽ എഴുതുന്ന വാല്യൂ എം. കാരണം നമ്മൾ ഫസ്റ്റ് എഴുതുന്ന ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ഈസ് ഈക്വൽ ടു എം. A1 എമ്മിനെ കൊണ്ടാ പറയാ, A2 എമ്മിനെ കൊണ്ട്. അപ്പോൾ XB എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളതിനെ എൻ്റർ ചെയ്യുന്ന കോളത്തെയാണ് XB എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾസിന്റെ വാല്യൂ നമ്മൾ താഴെ എഴുതുന്നുണ്ട്. A1 ഈസ് ഈക്വൽ ടു 1500, A2 ഈസ് ഈക്വൽ ടു 1200. ഇപ്പോൾ XBയിൽ ഏറ്റവും A1ന്റെ A2ന്റെ വാല്യൂ എഴുതാം. 1500, 1200. അടുത്ത X1ന്റെ വാല്യൂ എത്രയാ? X1ന്റെ X1ന്റെ വാല്യൂ ഇതാ 2 3 X2ന്റെ വാല്യൂ 5 1 അല്ലേ? അത് നമുക്ക് എഴുതാം. X1ന്റെ വാല്യൂ 2 ഇതവിടെ എഴുതിയിട്ടുണ്ട് ടീച്ചർ. X1 2 3, X2 5 1, S1 എന്ന് പറയുന്നത് -1, അടുത്തത് 0, S2 എന്ന് പറയുന്നത് 0 -1. 0 -1 എങ്ങനെയാ വന്നതെന്ന് അറിയാലോ? ഒന്നാമത്തെ കേസിൽ S1 ഉണ്ടാവുള്ളൂ, S2 0 ആയിരിക്കും. രണ്ടാമത്തെ കേസിൽ S1 0 ആയിരിക്കും, S2 എന്തായിരിക്കും? -1 ആയിരിക്കും. ഇനി XB 1500. A1ന്റെ വാല്യൂ 1ഉം 0ഉം, A2ന്റെ വാല്യൂ ഒന്നാമത്തെ കേസിൽ ഒന്നാമത്തെ റോയില് അല്ലെ ഫസ്റ്റ് കൺസ്ട്രെയിൻസിൽ A1 ഉണ്ടാവുള്ളൂ. അപ്പോൾ A1ന്റെ വാല്യൂ 1 എടുത്ത്. ഇനി ഒന്നാമത്തെ കൺസ്ട്രെയിൻസിൽ A2 ഉണ്ടാവില്ല, അതുകൊണ്ട് അവിടെ നമ്മൾ 0 കൊടുത്ത്. ഈ രണ്ടാമത്തെ കൺസ്ട്രെയിൻസ് എടുക്കുമ്പോൾ A1 ഉണ്ടാവില്ല, A2 അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ കൺസ്ട്രെയിൻസിൽ A1ന് 0 കൊടുത്ത്, A2നും കൊടുത്ത്, 1ഉം കൊടുത്ത്. നമ്മൾ നേരത്തെ S1ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് വാല്യൂ എഴുതാം. X1 2 3, X2 5 1. അപ്പോൾ X2 ആണ് വലിയ വാല്യൂ. കാരണം നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ നമ്മളുടെ ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു ആവുന്ന കേസിലാണ് മിനിമൈസ് എന്ന ഒബ്ജക്റ്റീവ് വരുന്നത്. അപ്പോൾ മിനിമൈസ് ഒബ്ജക്റ്റീവ് വരുന്നിടത്ത് മാക്സിമം വാല്യൂമെൻ്റ് ആണ് എടുക്കേണ്ടത്. മാക്സിമം എലിമെൻറ്റ് 5. അതുകൊണ്ടാണ് നമ്മൾ ആ ബോക്സിലാക്കി വെച്ചത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു വന്നപ്പോൾ മിനിമം വാല്യൂ എടുത്തില്ലേ? അതിന് വേണം ഇവിടെ മാക്സിമം വാല്യൂ എത്ര. ഇനി S1 -1 0, S2 0 -1, A1 1 0, A2 0 1. ഇനി തീറ്റ എങ്ങനെയാണ് കാണുക? XB ഡിവൈഡ് ബൈ X2. 1500 ഡിവൈഡ് ബൈ 5 300. അടുത്തത് 1200 ഡിവൈഡ് ബൈ 1 1200 എന്ന് വരും. അപ്പോൾ നമുക്ക് മിനിമൈസേഷൻ ആയതുകൊണ്ട് മിനിമം വാല്യൂ എടുക്കും. 300ഉം 1200 മിനിമം വാല്യൂ 300 നമ്മൾ അവിടെ എയറോട്ട് കണ്ടു. ഇനി CJ കാണാം. നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ തന്നെ CJ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? Z ഈസ് ഈക്വൽ ടു 5x1 + 6x2 അല്ലേ? നമ്മൾ ഒബ്ജക്റ്റീവ് മാറ്റി എങ്ങനെ എഴുതിയിരുന്നത്? 5x1 + 6x2 + 0s1 + 0s2 + ma1 + ma2 അങ്ങനെയല്ലേ എഴുതി. അപ്പോൾ CJ ഓരോ കോളത്തിൽ എഴുതുക. X1ന്റെ കോളത്തിൽ 5, X2 കോളത്തിൽ 6, S1 0, S2 0, A1 M, A2 M. ഇനി ZJ എങ്ങനെ എഴുതാം? ZJ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ടീച്ചർ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ZJ എന്ന് പറഞ്ഞാൽ C × X1. X1ലെ നമ്മൾ ZJ ആദ്യം എഴുതുന്നതാണ് C × X1 അല്ലെ C കോളം × X കോളം. അപ്പോൾ X1 ആണ് നമ്മൾ എടുക്കുന്നത്. Cന്റെ വാല്യൂ എത്രയാ? C കോളത്തിലെ M × X1 നോക്ക്. X1 എത്രയാ? 2 പ്ലസ് M × അടുത്തത് 3. X1ന് 3 അല്ലേ വാല്യൂ കൊടുക്കുന്നത്. സോ 2M + 5M വരും. അടുത്ത X2 എന്ന് പറയുന്നത് C കോളം എല്ലപ്പോൾ M ആണ്. അപ്പോൾ C എന്ന് പറയുന്നത് M × X2 എത്രയാ? 5ഉം 1ഉം അല്ലേ? 5 + M × 1. സോ 5M + 1M = 6M. ഇനി S1നൊക്കെ സെയിം ആണ്. C കോളത്തെ S1 കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. C കോളത്തിൻ്റെ വാല്യൂ M ആണ്. M × S1ന്റെ വാല്യൂ എത്രയാ? -1 പ്ലസ് M × 0 ഈസ് ഈക്വൽ ടു -M + 0 ഈസ് ഈക്വൽ ടു -M. ഇനി S2ന്റെ വാല്യൂ 0 - 1 അല്ലേ?
So m into 0 plus minus 1 into m is equal to 0 plus minus m is equal to minus m. ഇനി a1 ഇതേപോലെ a1 കാണണം. C കോളത്തിൽ m ആ കോമൺ ആണ്. m into a1ന്റെ വാല്യൂ 1 1 plus m into c അടുത്ത a1 എത്രയാ 0 അല്ലേ is equal to m plus 0 is equal to m. അടുത്തത് a2ന്റെ വാല്യൂ 0 ഉം 1 ഉം അല്ലേ. So m into 0 plus m into 1 is equal to 0 plus m is equal to m. അപ്പോൾ x1ന്റെ വാല്യൂ zj 5m, x2 6m, s1 minus m, s2 minus m, a1 m, a2 m. ഇനി നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം. zj ഇനീഷ്യൽ സിംപ്ലക്സ് ടേബിൾ zj x1 5m, x2 6m, s1 minus m, s2 minus m, a1 m, a2 m. നമുക്ക് അവസാനം ഇൻഡെക്സ് കാൽക്കുലേറ്റ്. ഇൻഡെക്സ് zj മൈനസ് zj 5 മൈനസ് 5m നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ തന്നെ എഴുതാൻ പറ്റുള്ളൂ. 6 മൈനസ് 6m അങ്ങനെ തന്നെ എഴുതി. 0 മൈനസ് m എന്ന് പറയുന്നത് 0ൻ്റെ അകത്തുനിന്ന് m മൈനസ് ചെയ്താൽ m വരും. അടുത്ത 0 മൈനസ് m വരും. കാരണം 0 മൈനസ് മൈനസ് m എന്ന് പറയുമ്പോൾ മൈനസ് മൈനസും കൂടി പ്ലസ് ആവും m വരുന്നത്, അങ്ങനെയാണ്. S2 കോളത്തിലും അതുപോലെ തന്നെ 0 മൈനസ് മൈനസ് m മൈനസ് മൈനസും കൂടി പ്ലസ് ആവും. m മൈനസ് m 0, m മൈനസ് m 0. അപ്പോൾ നമുക്ക് ഇൻഡെക്സ് വാല്യൂ കിട്ടി. ഇനി അതിനകത്ത് ഏറ്റവും മാക്സിമൈസ് വാല്യൂ 6 മൈനസ് 6m ആണ്. അത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ച്. അടുത്തത് ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് എന്തായിരുന്നു നമ്മൾ ചെയ്യുക? ചെറിയ ചെറിയ വ്യത്യാസം. നമ്മൾ മിനിമം എടുക്കുന്നതിന് പകരം മാക്സിമം എടുക്കുന്നു, അത്രയും കാര്യമായിട്ടുള്ള വ്യത്യാസമുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ a1 a2 എന്ന് പറയുന്ന 2 അഡീഷണൽ കോളം വരും. നേരത്തെ s1 s2 എന്ന് പറയുന്ന വേരിയബിൾസിന് പകരം മൈനസ് s1 മൈനസ് s2 എന്ന് പറയുന്ന വേരിയബിൾസും വരും. വേറെ ഒന്നുമില്ല. മോസ്റ്റ് നെഗറ്റീവ് വാല്യൂ ഈസ് 6 minus 6m. So x2 is equal to incoming factor. So x2 അപ്പോൾ x1 6 minus 6m അല്ലേ നമ്മൾ അതിനകത്ത് വാല്യൂ കണ്ടത്, 6 minus 6m. അപ്പോൾ 6 minus 6m അതാണ് x2. അപ്പോൾ x2 ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് വാല്യൂ ആയിട്ട് എടുത്തത്. So x2 is the incoming factor. So the basic variable a1 will depart the solution. അപ്പോൾ x2 ബേസിക് വേരിയബിൾ ആയിട്ട് നമ്മൾ a1 ഡിപ്പാർട്ട് ചെയ്ത് പോയി, ക്യാൻസൽ ചെയ്ത്. So it corresponds the minimum positive ratio. So the key element is 5. കാരണം key element 5 ആണ് എടുത്തത്. Element in the x2 is converted into 0. അപ്പോൾ നമ്മൾ അതിനെ 0 അല്ലെങ്കിൽ അതിനെ 0ലേക്കോ 1ലേക്കോ ഏതെങ്കിലും ഒന്നിലേക്ക് കൺവേർട്ട് ചെയ്യും. 0 1 ആണ്, ഒന്നിച്ച് എഴുതുമ്പോൾ 9 പോലെ ഉണ്ട്. 0 1. To get a second simplex table, a1 is dropped from to second table. അപ്പോൾ a1 നമ്മൾ ക്യാൻസൽ ചെയ്ത്, കാരണം a1ന്റെ ആവശ്യം ഇനിയില്ല. കാരണം a1 നമ്മൾ ക്യാൻസൽ ചെയ്ത്, കാരണം x1ന് പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ a1നും പ്രാധാന്യമില്ല. അപ്പോൾ ഫസ്റ്റ് റോ നമ്മൾ അടുത്ത സിംപ്ലക്സ് ടേബിൾ എടുക്കും. കോളം xb x1 x2 s1 s2 a2 a1 പോയ ഫസ്റ്റ് റോ നമുക്ക് xb കിട്ടിയത്. ഇനി xb എടുക്കുമ്പോൾ നേരത്തെ കിട്ടിയ ഇനീഷ്യൽ ടേബിളിൻ്റെ വാല്യൂ ആണ് എടുക്കുക. കണ്ടോ 300ഉം 1200ഉം കണ്ടോ, അതാണ് എടുക്കുക. xb ഫസ്റ്റ് റോ 300, സെക്കൻഡ് റോ 900 കാൽക്കുലേറ്റ് ചെയ്ത് അവിടെ നോക്കിക്കോ. xb നേരത്തെ നമുക്ക് 300 കിട്ടി. സോ നമുക്ക് കിട്ടിയ s1 ഇല്ലേ, അല്ലെങ്കിൽ അവിടെ കിട്ടിയ വാല്യൂ നേരത്തെ കിട്ടിയ മൈനസ് വാല്യൂ -1 ഇൻറ്റു, കാരണം നമ്മൾ പോയി ഒരു ഇത് പോയി, -1 ഇൻറ്റു 300 പ്ലസ് 1200 ഈസ് ഈക്വൽ ടു 900. ഇവിടെ ഇങ്ങനെയാണ് s1 ഇൻറ്റു തീറ്റ ഓഫ് a1. s1 ഇൻറ്റു ഇതിൻ്റെ ഇക്വേഷൻ ഏതാ, തീറ്റ ഓഫ് a1 പ്ലസ് തീറ്റ ഓഫ് a2. ഇപ്പം s1 എന്ന് പറയുന്ന ഒരു നമ്മളെ വേരിയബിൾസ്, ആ കാരണം a1 ക്യാൻസൽ ആയി പോകുന്നത് കൊണ്ടാണ് നമ്മൾ s1 എടുക്കുന്നത്. a1ന് പകരം s1. അപ്പോൾ s1ൻ്റെ വാല്യൂവിൻ്റെ അടുത്ത് തീറ്റ ഓഫ് a1 മൾട്ടിപ്ലൈ ചെയ്തിട്ട് തീറ്റ ഓഫ് a2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് xbയിൽ എഴുതിയത്. ഓക്കെ, അതാണ് സെക്കൻഡ് റോയിൽ വരിക. ക്ലിയർ ആയോ? അപ്പോൾ xbയിലെ സെക്കൻഡ് റോയിൽ വരിക -1 ഇൻറ്റു 300 പ്ലസ് 1200 900. ഇനി x1 എന്ന് പറയുന്ന കോളത്തിൽ വരിക -1 ഇൻറ്റു 2/5 -1 ഇൻറ്റു 2/5 പ്ലസ് 2/5 എന്ന് പറഞ്ഞത് എന്താ മനസ്സിലായോ? ഇതാ 2/5 എന്ന് പറഞ്ഞാൽ x1 ഡിവൈഡ് ബൈ x2. x1 ഡിവൈഡ് ബൈ x2 ആണ് എന്ത് പറയുന്നത് 2/5. കാരണം x1 ഡിവൈഡ് ബൈ x2 a2 പോയല്ലോ. സോ s1 ഇൻറ്റു x1 ഡിവൈഡ് ബൈ x2 പ്ലസ് x1, സെക്കൻഡ് റോയിലെ x1 ആണ് നമുക്ക് കിട്ടുക. അതാണ് സെക്കൻഡ് റോയിലെ വാല്യൂ കിട്ടുക. അതാ നോക്കിക്കോ. ഇപ്പോൾ ഫസ്റ്റ് റോയില് x1 divided by x2 ആണ് 2/5. So -1 into 2/5 plus 3 is equal to 13 divided by 5. ഇനി x2ൻ്റെ വാല്യൂ ഇതുപോലെ കാണാം. -1 into 1 plus 1 is equal to 0.
ഇനി S1 കാണാം. -1 into 1/5 plus 0 is equal to 1/5. Minus S2 value -1 into 0 plus -1 -1. A2 -1 into 0 plus 1 is equal to 1. Value നമ്മൾ കണ്ട് ആ വാല്യൂ ഇതിനകത്ത് എഴുതും. സോ x1ന്റെ വാല്യൂ ഫസ്റ്റ് റോയിൽ 2/5, സെക്കൻഡ് റോയിൽ 13/5. x1ന്റെ വാല്യൂ ഫസ്റ്റ് റോയിൽ 1. അത് നമുക്കറിയാലോ x1 ഫസ്റ്റ് x2ലെ ഫസ്റ്റ് റോയിലെ വാല്യൂ 1 വരും. x2ല് നെക്സ്റ്റ് റോയിൽ 0 വരും. നെക്സ്റ്റ് S1 -1/5 1/5. S2 0 1/5 1 -1. A2 0 1. നമ്മൾ ഇത്രയും വാല്യൂ എഴുതി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് സിംപ്ലക്സ് ടേബിളിലേക്ക് പോകും. സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾസ് തന്നെ നേരത്തെ വരച്ചതുപോലെ തന്നെ, പക്ഷെ ഒരു കോളം കുറവായിരിക്കും. ഏതാ കോളം കുറവ്? A1 എന്ന് പറഞ്ഞ കോളം ഉണ്ടാവില്ല. B C CB XB XB അല്ലെങ്കിൽ CB എന്ന് പറയും. XB ആണ്, സോറി, XB X1 X2 S1 S2 A2. XB A2 A1 ഉണ്ടാവില്ലേ. തീറ്റ ഈസ് ഈക്വൽ ടു XB ഡിവൈഡ് ബൈ X1 എഴുതുക, കാരണം ഇവിടെ മാക്സിമം X1 ആണ്, നോക്കിക്കണം. സോ X2, അപ്പം നമ്മൾ A1 എന്ന് പറയുന്ന വാല്യൂ ഡിപ്പാർ ചെയ്ത് അല്ലേ. A1 എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഇല്ല, അതിന് പകരം എന്ത് കൊടുക്കുക? A1ന് പകരം നമ്മൾ X2 ആണ് കൊടുക്കുന്നത്. കാരണം നേരത്തെ ഏറ്റവും വാല്യൂ ഏതായിരുന്നു? X2 ആണ്, അതുകൊണ്ട് X2 കൊടുക്കും. അപ്പം X2ന്റെ വാല്യൂ 6 ആണ്. മാക്സിമം വാല്യൂ ഏതായിരുന്നു? ഒബ്ജക്റ്റീവിലെ 5ഉം 6ഉം അല്ലേ. X1 പ്ലസ് X2 6 ആയിരുന്നു. അപ്പം 5x1 പ്ലസ് 6x2 ആണ്. അപ്പോൾ ഒബ്ജക്റ്റീവിലെ വാല്യൂ C എന്ന് പറയുന്ന വാല്യൂ 6ഉം A2യുടെ വാല്യൂ M കൊടുത്തു. അടുത്ത XB നമ്മൾ കണ്ടിട്ടുണ്ട് 300ഉം 900ഉം. X1 നേരത്തെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് 2/5ഉം 13/5ഉം. ദെൻ X2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് 1ഉം 0ഉം. നെക്സ്റ്റ് S1 -1/5ഉം 1/5ഉം. S2 0ഉം -1ഉം. A2 0 1. നമുക്ക് തീറ്റ കാണാം. തീറ്റ എങ്ങനെയാണ് കാണാം? XB ഡിവൈഡ് ബൈ X1. ഇവിടെ X1 വരുന്നത് ഈ X2 ഓൾറെഡി ഇപ്പുറത്ത് എഴുതിയിട്ടുണ്ട്. B എന്ന് പറയുന്ന കോളത്തിൽ X2 ഉണ്ട്. അത് മാത്രമല്ല X2 എഴുതിയത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നമ്മൾ മിനിമൈസ് ദ വാല്യൂ ആണ് എടുക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13/5ഉം 2/5 മിനിമൈസ് ദ വാല്യൂ 13/5 കാരണം നമ്മൾ ഒബ്ജക്റ്റീവ് അവസാനം എന്തിലേക്ക് എത്തേണ്ടത്? മിനിമൈസിലാണ്. അപ്പം മിനിമൈസ് 13/5 എടുക്കും. സോ അതുകൊണ്ട് തീറ്റ ഈസ് ഈക്വൽ ടു XB ഡിവൈഡ് ബൈ X1. 300 ഡിവൈഡ് ബൈ 2/5 750. നെക്സ്റ്റ് 900 ഡിവൈഡ് ബൈ 13/5 4500 ഡിവൈഡ് ബൈ 550. ആ 5 കേട്ടോ, ആ വാല്യൂ അങ്ങനെ തന്നെ എഴുതി. അല്ലെങ്കിൽ 4500 ഡിവൈഡ് ബൈ 13 എന്നുള്ള വാല്യൂ അതിനെ ചുരുക്കി നമ്മൾ എഴുതും. ഇനി CJ നേരത്തെ ചെയ്ത പോലെ തന്നെ CJ എങ്ങനെയാണ് ചെയ്യുക? 5 X1 5 X2 അതിന് CJക്ക് മാറ്റമൊന്നുമില്ലേ. X1 5 X2 6 X1 0 S2 0 A2 M. ഇനി സെഡിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ZJ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേറൊന്നുമില്ല, സിമ്പിളാണ്. കാരണം C കോളവും X1 കോളവും കൂടി ചെയ്താൽ മതി. വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരുന്നത് 12 ഡിവൈഡ് ബൈ 5 പ്ലസ് 13M ഡിവൈഡ് ബൈ 5. കാരണം ഫ്രാക്ഷൻ ആയതുകൊണ്ടാണ്. 12 ഡിവൈഡ് ബൈ 5 പ്ലസ് 12 എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 2/5. 6 12/5. M ഇൻറ്റു 13 ഡിവൈഡ് ബൈ 5. അങ്ങനെയാണ് 13M ഡിവൈഡ് ബൈ 5 വന്നത് കേട്ടോ. 6 C കോളം ഇൻറ്റു X1 പ്ലസ് അടുത്ത A2 M ഇൻറ്റു ഇങ്ങനെ 6 ഇൻറ്റു 2/5 പ്ലസ് M ഇൻറ്റു 13 ഡിവൈഡ് ബൈ 5. ഷോർട്ട് ചെയ്താൽ 12 ഡിവൈഡ് ബൈ 5 പ്ലസ് 13M ഡിവൈഡ് ബൈ 5. നെക്സ്റ്റ് കോളത്തിൽ 6 ഇൻറ്റു M പ്ലസ് 0 ഇൻറ്റു M. അപ്പോൾ 0 ഇൻറ്റു M 0 ആവും. 6 ഇൻറ്റു M 6. അപ്പോൾ X2ൻ്റെ ZJ 6 ഇവിടെ തന്നെ കാണാം. S1 എന്നാൽ C ഇൻറ്റു S1 കോളം 6 ഇൻറ്റു -1/5 -6/5 പ്ലസ് M ഇൻറ്റു 1/5. M വരിക 1 ഇൻറ്റു M/5. അങ്ങനെ തന്നെ എഴുതാം. -6 ഡിവൈഡ് ബൈ 5 പ്ലസ് M ഡിവൈഡ് ബൈ 5. ദ നെക്സ്റ്റ് കോളം S2 ആണ്. S2ൻ്റെ ZJ എങ്ങനെയാണ് കാണുക? 6 ഇൻറ്റു 0 0 M ഇൻറ്റു -1. ദ നെക്സ്റ്റ് A2 0 ഇൻറ്റു 6 0 പ്ലസ് M ഇൻറ്റു 1 M. അപ്പോൾ വാല്യൂ M തന്നെ. അപ്പോൾ ZJ കിട്ടി 12 ഡിവൈഡ് ബൈ 5 പ്ലസ് 13M ഡിവൈഡ് ബൈ 5 X2 6 S1
minus 6 by 5 plus m divided by 5 s2 minus 1 a2 m. ഇനി ഇൻഡെക്സ് കാണാം cj minus zj 5 minus 12 divided by 5 plus 13m divided by 5 ന്റെ വാല്യൂ വരിക 13 divided by 5 minus 13m divided by 5 ചെയ്യുന്ന അറിയാലോ 6 minus 6 0 0 minus 6 by 5 plus m by 5 വരിക 0 minus minus ആകുമ്പോൾ പ്ലസ് ആയി പോകും അങ്ങനെ 6 divided by 5 minus m divided by 5 വരും അടുത്ത 0 minus minus m വരുമ്പോൾ m ലാസ്റ്റ് m minus m 0 അപ്പോൾ നമുക്ക് ഇൻഡെക്സ് വാല്യൂ കിട്ടി ഇനി ഹയസ്റ്റ് നെഗറ്റീവ് വാല്യൂ ഏതാന്ന് നോക്കാം എമ്മിൻ്റെ ഹയസ്റ്റ് നെഗറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് minus 13 divided by 5 അല്ലേ 13 divided by 5 minus 13 divided by 5 അത് ഏതാണ് x1 ആണ് അപ്പോൾ x1 ആണ് ഹയസ്റ്റ് നെഗറ്റീവ് വാല്യൂ സോ 13 divided by 5 minus 13 divided by 5 സോ x1 is the incoming factor അതിനാണ് കാരണം അതാണ് ഏറ്റവും ആയിട്ടുള്ള ഹയസ്റ്റ് നെഗറ്റീവ് ഫാക്ടർ സോ ഇറ്റ്സ് ആൻ ഇൻകമിങ് ഫാക്ടർ വാല്യൂ a2 വിൽ ഡിപ്പാർട്സ് അതുകൊണ്ട് നമുക്ക് x1 വന്നതുകൊണ്ട് നമുക്ക് വാല്യൂ a2 എന്ത് ചെയ്യാം കാരണം വേരിയബിൾസ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് അവസാനം ഉണ്ടാവണ്ട കാരണം a1 നേരത്തെ നമ്മൾ ഡിപ്പാർട്ട് ചെയ്ത് ഇപ്പം ഇനി a2 എന്ത് ചെയ്യാം ഒഴിവാക്കാം കാരണം ആർട്ടിഫിഷ്യൽ വേരിയബിൾ നമ്മൾ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വേരിയബിൾസ് a2 വിൽ ഡിപ്പാർട്ട് ഫ്രം ദ സൊല്യൂഷൻ ഇറ്റ് കറസ്പോണ്ട്സ് ടു ദി minimum positive ratio. The key element is 13 divided by 5. The element in the x1 column is to converted as 0, 1. x1 column 0, 1 convert. To get a second simplex table, a2 is dropped from second simplex table. At the second simplex table, a2 നമ്മൾ മാറ്റും നേരത്തെ നമ്മൾ വരച്ച സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ടേബിൾ ഫസ്റ്റ് റോ സെക്കൻഡ് റോ xb x1 s2 s1 s2 കാരണം a1 നേരത്തെ പോയി ഇപ്പം a2 പോയി അപ്പോൾ നേരത്തെ നമുക്ക് കിട്ടിയ വാല്യൂ ഇല്ലേ 4500 ഡിവൈഡ് ബൈ 13 ഇതിൻ്റെ വാല്യൂ ഇതാ വാല്യൂ എത്രയാ 4500 ഡിവൈഡ് ബൈ 13ഉം ഇവിടെ വാല്യൂ ആദ്യത്തെ വാല്യൂ 750 അല്ലേ അതിവിടെ എഴുതും ഫസ്റ്റ് റോയിലെ വാല്യൂ 4000 കാരണം xbയിലെ 4500 ഡിവൈഡ് ബൈ 13ഉം സെക്കൻഡ് റോയിലെ വാല്യൂ 750 അങ്ങനെ തന്നെ എഴുതിക്കൂടാ കാരണം ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യണം ഇതാ x1 ഓൾ നമ്പേഴ്സ് നമ്മൾ ഇവിടെ മാറ്റും 4500 ഡിവൈഡ് ബൈ 13 അതുപോലെ തന്നെ x2 എന്ത് ചെയ്യാം കാരണം രണ്ടും ഒരേപോലെ ആയിരിക്കണം 2500 ഡിവൈഡ് ബൈ 13 ആക്കി മാറ്റും കാരണം രണ്ടിൻ്റെയും വാല്യൂ ഒന്ന് 750 നമ്മൾ ഡിവൈഡ് ബൈ 13 കൊണ്ടാക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 2100 ഡിവൈഡ് ബൈ 30 അത് നമ്മളിവിടെ എഴുതും ഇതാ 4500 divided by 13 സെക്കൻഡ് റോയിൽ 2000 കാരണം 750 13ന്റെ ഭാഗമായിട്ട് മാറ്റുകയാണ് 2100 divided by 13 x1ന്റെ വാല്യൂ 0ഉം 1ഉം ആക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ x1 1 0 ആക്കും x2 0 1 അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വരിക നെക്സ്റ്റ് s1 1 divided by 13 എല്ലാത്തിനും 13ന്റെ വാല്യൂ ആക്കി മാറ്റുക 1 divided by 13 minus 3 divided by 13 s2 minus 5 divided by 13 2 divided by 13 ഈ വാല്യൂ ഇങ്ങനെയാക്കി മാറ്റും എന്നിട്ട് ലാസ്റ്റ് തേർഡ് സിംപ്ലക്സ് കോളം നേരത്തെ വരച്ച പോലെ തന്നെ a1ഉം a2 ഉണ്ടാവില്ല b c xb x1 s2 s1 s2 x1ഉം s2 എടുക്കും നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ x1ഉം x2 എടുക്കും x1ന്റെ വാല്യൂ മാക്സിമം 5 ആണ് x2 6 ആണ് സോ xb 4500 divided by 13 2100 divided by 13 x1 10 x2 01 കാരണം ഒന്നാമത്തെ കേസിൽ x1ഉം രണ്ടാമത്തെ കേസിൽ x2 ആണ് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ടാണ് 10 എടുത്തത് s1 1 divided by 13 3 divided by minus 3 divided by 13 s2 minus 5 divided by 13 2 divided by 13 cjന് മാറ്റമൊന്നും ഉണ്ടാവില്ല 5 6 0 0 zj ഒന്നുമില്ല ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി 5 into 1 plus 5 into 1 plus 6 into 0 അപ്പോൾ 6 into 0 0 5 into 1 5 ഇനി x2 അങ്ങനെ തന്നെ വരിക 5 into 0 0 5 6 into 1 അപ്പോൾ 0 plus 6 എന്ന് പറയുമ്പോൾ 6 നെക്സ്റ്റ് x1 എടുക്കുമ്പോൾ 5 into minus 1 ഡിവൈഡ് 5 into 1 divided by 13 plus 6 into 3 minus 3 divided by 13 അപ്പോൾ അതിൻ്റെ വാല്യൂ -1 വരും അപ്പോൾ s2 5 into minus 5 divided by 13 plus 6 into 2 divided by 13 അതിൻ്റെ വാല്യൂ ലാസ്റ്റ് ചെയ്താൽ -1 വരും അപ്പോൾ zj 5 6 -1 -1
ഇനി ഇൻഡെക്സ് കാണാം സി ജെ മൈനസ് സെഡ് ജെ 5 മൈനസ് 5 0 6 മൈനസ് 6 0 0 മൈനസ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 1 0 മൈനസ് മൈനസ് 1 1 കിട്ടിയല്ലോ. സോ ഓൾ ദ നമ്പേഴ്സ് ഇൻ ദ റോ ഇപ്പൊ 0 0 1 1 കിട്ടി. ഓൾ ദ നമ്പേഴ്സ് ഇൻ ദ റോ ആർ പോസിറ്റീവ്. എല്ലാത്തിനും പോസിറ്റീവാ ഓർ സീറോ നെഗറ്റീവ് ഇല്ലാലോ. സോ ഇറ്റ് ഈസ് എൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ. അപ്പം നെഗറ്റീവ് ഇല്ലെങ്കിൽ നമുക്കത് സീറോ അല്ലെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ ഒപ്റ്റിമൽ സൊല്യൂഷനാന്ന് പറയാം. ഒപ്റ്റൈൻഡ് ഇൻ ദ ഗിവൺ ബിലോ നമ്മൾ നേരത്തെ ചെയ്ത്. സോ അപ്പോൾ നമുക്ക് x1ന്റെ വാല്യൂ 4000 x1ന്റെ വാല്യൂ 4500 ഡിവൈഡ് ബൈ 13, x2ന്റെ വാല്യൂ 2100 ഡിവൈഡ് ബൈ 13 കിട്ടി. ഇനി നമുക്ക് ഒപ്റ്റിമം വാല്യൂ ആണ്ട് ഒബ്ജക്റ്റീവിൽ അപ്ലൈ ചെയ്യാം. z ഈസ് ഈക്വൽ ടു 5x1 പ്ലസ് 6x2. So z is equal to 5 into 4500 divided by 13 plus 6 into 2100 divided by 13 is equal to 1730.77 plus 969.23 is equal to 2700. അപ്പം നമുക്ക് മിനിമൈസ് ഒബ്ജക്റ്റീവ് 2700 കിട്ടി. ഒരു പ്രോബ്ലം നമ്മൾ ചെയ്ത് ഒന്നും കൂടി പറയാം. ഇപ്പം തന്ന സമയമായി നമ്മളുടെ ഒബ്ജക്റ്റീവ്സ് ഫസ്റ്റ് എന്ത് ചെയ്യണം? ആർട്ടിഫിഷ്യൽ വേരിയബിൾസിന് എമ്മും സർപ്ലസ് വേരിയബിൾസിന് സീറോയും കൊടുക്കുക. ആർട്ടിഫിഷ്യൽ വേരിയബിൾസും സർപ്ലസ് വേരിയബിളും ഓരോ കൺസ്ട്രെയിൻസിലും കൊടുക്കുക. കൺസ്ട്രെയിൻസ് മാറ്റി ഇങ്ങനെ എഴുതാം. 2x1 plus 5x2 minus s1 plus a2 is equal to 1500. 3x1 plus x2 minus s2 plus a2 is equal to 1200 മാറ്റും. അതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്പ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ മാറ്റി എഴുതാം. അപ്പം അവിടെ ആർട്ടിഫിഷ്യൽ സർപ്ലസ് വേരിയബിൾസിന് സീറോവും ആർട്ടിഫിഷ്യൽ വേരിയബിൾസിന് എമ്മും കൊടുക്കുക. എന്നിട്ട് മിനിമൈസ് ഫംഗ്ഷൻ എങ്ങനെ എഴുതി? മിനിമൈസ് z ഈസ് ഈക്വൽ ടു 5x1 പ്ലസ് 6x2 പ്ലസ് 0s1 പ്ലസ് 0s2 പ്ലസ് ma1 പ്ലസ് ma2. ഇത്ര എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇൻഡെക്സ് ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു സിംപ്ലക്സ് ടേബിൾ വരയ്ക്കുക. ബി സി സി ബി x1 s2 s1 s2 a1 a2 റീപ്ലേസ്മെന്റ് റേഷ്യോ ആണ്. അപ്പം ഫസ്റ്റ് നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾ a1ഉം a2ഉം വെച്ചിട്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ അകത്ത് x1 s2ലെ മാക്സിമം വാല്യൂ എടുക്കുക. കാരണം നമ്മുടെ ഫംഗ്ഷൻ മിനിമൈസേഷൻ ആണ്. അപ്പോൾ ആ മാക്സിമം ഫംഗ്ഷൻ എടുത്തിട്ട് അതിന് റീപ്ലേസ്മെന്റ് റേഷ്യോ കാണുക xb ഡിവൈഡ് ബൈ x2 വെച്ചിട്ട്. എന്നിട്ട് നമ്മൾ ഇൻഡെക്സ് കാണും. ഇൻഡെക്സ് കണ്ടിട്ട് നമ്മൾ ഇൻഡെക്സ് കണ്ടിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് നോൺ നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂ അല്ലെങ്കിൽ ഏറ്റവും വലിയ നെഗറ്റീവ് ആയിട്ടുള്ള 6 മൈനസ് 6m ആണ് ഏറ്റവും വലിയത്. അപ്പോൾ 6 മൈനസ് 6m x2 ഇൻകമിങ് ഫാക്ടർ ആയിട്ട് എടുക്കും. ഇനി അടുത്ത x2 വെച്ചിട്ട് നമ്മൾ ചെയ്യണം. x2 ഇൻകമിങ് ഫാക്ടർ ആയിട്ട് എടുക്കും. എന്നിട്ട് നമ്മൾ അവിടുത്തെ ഒരു എലിമെന്റ് എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. അപ്പോൾ കീ എലിമെന്റ് 5 ആയിട്ട് എടുത്തത് കൊണ്ട് x2 കോളത്തെ നമ്മൾ കൺവേർട്ട് ചെയ്ത് 0ഉം 1ലേക്ക് മാറ്റണം. x2 കോളത്തെ കൺവേർട്ട് ചെയ്യുന്നതോടുകൂടി a1 എന്ന് പറയുന്ന ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ആ ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് നമ്മൾ ഡ്രോപ്പ് ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്ത് x2യെ നമ്മൾ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്ത് മാറ്റണം 0ഉം 1ലേക്കും. നമ്മൾ കൺവേർട്ട് ചെയ്ത് മാറ്റി അതിൻ്റെ ഫിഗർ മാറ്റി എഴുതി. അതിന് ശേഷം സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ എടുക്കും. അപ്പോൾ x2 കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് x2 a1 പോയി അവിടെ x2 വരും. അടുത്തത് ബി സി സി ബി x1 s2 s1 s2 a2 ഉണ്ടാവുള്ളൂ തീറ്റയും a1 പോവും. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഓരോന്നിന് x2ൻ്റെ വാല്യൂ ഇട്ട് ഇനി a2ൻ്റെ വാല്യൂ നമ്മളിവിടെ കാണണം. എന്നിട്ട് ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഏറ്റവും മിനിമൈസിങ് എലിമെന്റ് നോക്കും. അവിടെ x1ലാണ് മിനിമൈസിങ് എലിമെന്റ്. അതുപോലെ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻഡെക്സ് കിട്ടും. അവിടെയും ഹയസ്റ്റ് നെഗറ്റീവ് വാല്യൂ x1 ആണ് കിട്ടുക. സോ x1നെ നമ്മൾ ഇൻകമിങ് ഫാക്ടർ ആവും. അതുകൊണ്ട് തന്നെ x2 എന്ന് പറയുന്ന അടുത്ത വേരിയബിൾസിനെ നമ്മൾ ഡിപ്പാർ ചെയ്യും. അപ്പോൾ ഡിപ്പാർ ചെയ്യുന്നതുകൊണ്ട് തന്നെ x1 എന്ന് പറയുന്ന കോളത്തെ നമ്മൾ 0ഉം 1ലേക്കും കൺവേർട്ട് ചെയ്യണം. അങ്ങനെ 0ഉം 1ഉം കൺവേർട്ട് ചെയ്ത് സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ നമ്മൾ വരക്കും. റോ വെച്ചിട്ട് xb x1 s2 s2 എന്ന് പറയുന്ന കോളത്തിൽ വരക്കും. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് തേർഡ് സിംപ്ലക്സ് ടേബിൾ വരക്കും. തേർഡ് ആകുമ്പോഴേക്കും a1 a2 പോവും. ബി സി xb x1 x2 s1 s2 ഉണ്ടാവുള്ളൂ. അങ്ങനെ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും? x1 x2ൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് സി ജെ മൈനസ് സെഡ് ജെ എന്ന് പറയുന്ന ഇൻഡെക്സ് കിട്ടും. അവിടെ വാല്യൂ x1 0 x2 0 s1 1ഉം s2 1ഉം. അപ്പോൾ എല്ലാം പോസിറ്റീവ് ഫിഗർ അല്ലേ 0 ആണ്. സോ ഇറ്റ് ഈസ് എൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് കിട്ടിയ x1 4500 ഡിവൈഡ് ബൈ 13ഉം x2 2100 ഡിവൈഡ് ബൈ 13ഉം ആണ്. അപ്പോൾ എല്ലാത്തിനെയും 13ൻ്റെ വേർഷനിലേക്ക് മാറ്റിയതാണ് ഇത്. ഒരേ ഫിഗറിലായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണെന്ന് പറയാം. x1ഉം x2ഉം ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. സോ ഇക്വേഷൻ മിനിമൈസ് z ഈസ് ഈക്വൽ ടു 5x1 പ്ലസ് 6x2. സോ
ഫൈനലി ഇക്വേഷൻ അപ്ലൈ ചെയ്തപ്പോൾ സെഡിൻ്റെ വാല്യൂ മിനിമൈസ് ദ 2700. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്. സിംപ്ലക്സ് മെത്തേഡ് സാധാരണ ലീനിയർ പ്രോഗ്രാമിനേക്കാളും കുറച്ചും കൂടി വിഷമാണ്. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് 2-3 പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഓക്കെ, താങ്ക് യു. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ.